എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ രുചികരവും അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഇതേപോലത്തെ KFC നമുക്ക് വീട്ടിൽ എങ്ങനെ സ്വയം തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ പലപ്പോഴും KFC ഒക്കെ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടിപ്പോകാറുണ്ടല്ലേ. അപ്പം വീട്ടിൽ ഇതേപോലെ കണ്ടോ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയായിട്ട് അതെങ്ങനെയാണെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പാക്കറ്റ് പാലാണ്. അതിനകത്തേക്ക് ഒരു 2 അടപ്പ് ചെറിയൊരു 2 ടീസ്പൂൺ വരും വിനെഗറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആ വിനെഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് സമയം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. പാലൊന്ന് പിരിഞ്ഞ് വരും വിനെഗർ ഒഴിക്കുമ്പം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുകൊണ്ട് ഇപ്പം പാലൊക്കെ പിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തായിട്ട് കുരുമുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇതൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ മൊത്തം എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ വിനെഗറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം കണ്ടോ ആ ഒരു റിയാക്ഷൻ, ബേക്കിംഗ് സോഡയിലേക്ക് വിനെഗർ ഒഴിക്കുമ്പോഴത്തേനും ഒരു റിയാക്ഷൻ നടക്കും അവിടെ. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. KFCക്ക് എപ്പോഴും സ്കിന്നോട് കൂടിയ ചിക്കൻ കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ സ്കിന്നോട് കൂടിയ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഇതിനകത്ത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുറച്ച് സമയത്തേക്ക് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂടി ഡിപ്പ് ചെയ്തിട്ട് കവർ ചെയ്ത് ഫ്രിഡ്ജിലൊരു സമയമുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂർ വെക്കുന്നത് നല്ലതാണ്. ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വരാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. ഫ്രീസറല്ല, ഫ്രിഡ്ജാണ് കേട്ടോ. അതിനകത്തേക്ക് വെച്ചതിന് ശേഷം ഒരു 4 മണിക്കൂറിന് ഞാനൊരു 4 മണിക്കൂർ എനിക്ക് സമയം ഉണ്ടായിരുന്നുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആണ് ഇത് തയ്യാറാക്കേണ്ടത്. എടുക്കേണ്ട സമയത്താണ്. നേരത്തെ ഇത് തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമില്ല. 2 മുട്ടയിലേക്ക് ഇതേപോലെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയിട്ട് ഇത് കോൺഫ്ലവറാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇതുപോലെ ഒരു വലിയ തവി മീൻസ് സാധാരണ കറിയൊക്കെ എടുക്കുന്ന തവിയാണ്. 1 തവി മൈദപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു കോട്ടിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ എടുക്കുന്ന സമയത്താണ് കേട്ടോ ഇത് തയ്യാറാക്കേണ്ടത്. ഇതിനകത്തേക്ക് തണുത്ത വെള്ളമാണ് ഞാൻ അല്പം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് അല്പം ലൂസാക്കാൻ വേണ്ടി. ഒരുപാട് വെള്ളം ഒഴിച്ച് ഒത്തിരി ലൂസാകരുത്. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി ടൈറ്റും അല്ല. ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ കലക്കിയെടുക്കണം. ഇതേപോലെ ഇരിക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ 2 തവി മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. നമ്മുടെ ഈ ചിക്കൻ ഇവിടെ 4 മണിക്കൂർ ആയതിനു ശേഷം നമ്മൾ ഈ ഒരു കോട്ടിങ്ങിൽ മുക്കിയെടുക്കണം. അപ്പം നമ്മുടെ കടയിലൊക്കെ നമ്മൾ പോയി കഴിക്കുമ്പോൾ നല്ല ഒരു പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുമല്ലോ. അതിൻ്റെ ഒരു സൂത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പേസ്റ്റിൽ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മുക്കിയെടുക്കുക. മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഈ മൈദപ്പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. മൈദയും ഉപ്പും മുളക് പൊടിയും കൂടിയാണ്. അതിനകത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പം കണ്ടോ ഇതേപോലെ വന്നിട്ടുണ്ട്. എല്ലാം ഇതുപോലെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനിയും ഇതുപോലെ പാനിലേക്ക് കുറച്ചധികം എണ്ണ ഒഴിക്കണം. നമ്മൾ ഏത് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ആ എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ഒരു 2 മിനിറ്റ് സമയം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് താഴ്ത്തി കൊടുക്കാം. ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇച്ചിരി സോഡാപ്പൊടിയും ഒക്കെ ഇട്ട് സോക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരും.
എണ്ണ നന്നായിട്ട് മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പം ഈ KFC ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്പം എണ്ണ കൂടുതൽ തന്നെ വേണം നമുക്ക്. എന്നാലേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി പോകാതെ അതുകൊണ്ടാണ് നല്ല തിളച്ച ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് സമയത്തേന് ഇളക്കരുത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പോയിങ്ങോട്ട് ഇളക്കുമ്പോഴത്തേന് ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ അങ്ങോട്ട് വിട്ടുപോകും. അപ്പോൾ ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. കരിഞ്ഞു പോകാതെയും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീടുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വളരെ രുചിയാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ ഒരു രുചി തന്നെയാണ് ഇതിന് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതെന്ന് ഓർത്തുകൊണ്ട് രുചി കുറവൊന്നുമില്ല. ഇതേ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഇതുപോലെ, അതായത് ചിക്കനൊക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഈ പൊടികളൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും മക്കൾക്കൊക്കെ KFC കഴിക്കാൻ കൊതി വരുമ്പം വീടുകളിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഓടിപ്പോയി കടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ രുചിയുണ്ട്. ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴും. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നന്മകളും നേരുന്നു. ബൈ ബൈ.